ഇത് ഒരു ബേസിക് ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ ഒരു മെട്രിക്സ് എന്ന് കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ബേസിക് ഐഡിയ ആണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് രണ്ട് മെട്രിക്സ് എയും ബിയും രണ്ട് മെട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. മെട്രിക്സ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും അതേപോലെ എ മൈനസ് ബി എന്ന മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് ഒരേ റൂളേ ഉള്ളൂ. ഓർഡർ ഓഫ് മെട്രിക്സ് എയും അതേപോലെ ഓർഡർ ഓഫ് മെട്രിക്സ് ബി എന്തായിരിക്കണം, സെയിം ആയിരിക്കും എന്നുള്ളതാണ് റൂള്. രണ്ട് മെട്രിക്സിൻ്റെ സെയിം ഓർഡർ മെട്രിക്സായി നമുക്ക് ആഡ് ചെയ്യാനും അതേപോലെ സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ഇനി എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ കെ എന്ന് പറയുന്ന ഒരു നമ്പർ സ്കാലർ ഉണ്ടെങ്കിൽ കെ എന്നുള്ള മെട്രിക്സ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യുക എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റും നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ടുള്ള നമുക്ക് ആ ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. എയും ബിയും രണ്ട് മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ എ പ്ലസ് ബി എന്ന മെട്രിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നോക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞ എല്ലാ മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് നോക്കാണ്ട ഏത് ഓർഡർ 2/2 രണ്ട് റോവും അതേപോലെ രണ്ട് കോളം ഉണ്ട് 2/2 മെട്രിക്സാണ്. ബി എന്നുള്ള മെട്രിക്സും ഇതേപോലെ ഏത് മെട്രിക്സാണ് 2/2 ആണ്. അപ്പോൾ രണ്ട് റോസും ഉണ്ട് അതേപോലെ രണ്ട് കോളംസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ആ രണ്ട് മെട്രിക്സിൻ്റെ ഇവിടെ എടുത്ത് എഴുതാൻ പോവാണ്. ഒന്ന് 1 2 ആൻഡ് -1 3 എന്ന് പറയുന്ന ഇതാണ് ഫസ്റ്റ് മെട്രിക്സ്. അതേപോലെ ഇതിൻ്റെ സെക്കൻഡ് മെട്രിക്സ് 2 1 3 4 ഇതാണ് നമ്മൾ സെക്കൻഡ് മെട്രിക്സ്. ഈ രണ്ട് മെട്രിക്സ് എടുത്ത് എഴുതാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ് പറഞ്ഞ ഇതാണ്. 1 ആഡ് ചെയ്യണം, 2 നമ്മൾ ആഡ് ചെയ്യുന്നു, 2 + 1 ആഡ് ചെയ്യണം, -1 + 3 ആഡ് ചെയ്യണം, 3 + നമുക്ക് ആദ്യം ആഡ് ചെയ്യണം 4 ആഡ് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇടിക്കരുത്. അപ്പോൾ എഴുതുന്ന സമയത്ത് 1 + 2 എത്രയാണ് 3 നമ്മൾ എഴുതുന്നു. 2 + 1 എത്രയാണ് എഗെയിൻ 3. ഇതാണ് നമുക്ക് രണ്ടാമത്തെ എലമെൻറ്റ്. -1 + 3 കേട്ടോ, -1 + 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക, -1 + 3 നമുക്ക് 2 കിട്ടും. ആൻഡ് 3 + 4 നമുക്ക് എത്ര കിട്ടും, 7 കിട്ടും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെ നമുക്ക് എ മൈനസ് ബി ചെയ്യണമെങ്കിൽ ഇതേ ഐഡിയ തന്നെയാണ് നമുക്ക് എ മൈനസ് ബിക്ക് ഉള്ളത്. നമുക്ക് കറസ്പോണ്ടിങ് നമുക്ക് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ പരിപാടികളൊക്കെ നിങ്ങളൊന്ന് തെറ്റിക്കാൻ തന്നാൽ മതി, ബേസിക് ഓപ്പറേഷന് തെറ്റിക്കാൻ തന്നാൽ മതി. സോ എ എന്നുള്ള മെട്രിക്സ് എടുക്കുന്നു, മൈനസ് അവിടെ ഞാൻ ബി എന്നുള്ള മെട്രിക്സ് എഴുതാൻ പോകുന്നു. 2 1 3 4 എന്നുള്ള മെട്രിക്സ് നമ്മൾ എഴുതുന്നു. ഇനി ഫസ്റ്റും സെക്കൻഡും മൈനസ് ചെയ്യാനുള്ള പരിപാടിയാണ്. 1 1 1 -2 ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഉള്ളത്. അപ്പോൾ 1 - 2 നമ്മൾ ചെയ്ത് നോക്കുന്നു. 1 - 2 എത്ര കിട്ടുക, -1. 2 - 1 എത്രയാണ്, 1 ആണ്. -1 - 3 എത്രയാണ്, -4 ആണ്. -1 - 3 3 - 4 എത്രയാണ്, -1 ആണ്. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എ മൈനസ് ബി എന്നുള്ള മെട്രിക്സ് കിട്ടാം. ഓക്കെ, അടുത്ത് നമുക്ക് 3a എന്നുള്ള മെട്രിക്സ് ഉണ്ടാക്കാൻ പോകുന്നു. 3a എന്നുള്ള മെട്രിക്സ് ഉണ്ടാക്കുന്നത് 3 എന്ന് പറയുന്ന മെട്രിക്സിന് എ തന്നെ എഴുതി വെക്കാം. എ എത്രയായിരുന്നു, 1 2 -1 3. ഓക്കെ, ചെയ്യുന്ന പരിപാടി എന്താണ്, 3നെ നമ്മൾ ഓരോ ആളോടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. പറഞ്ഞാൽ 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആണ്, 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 ആണ്, 3നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -3 ആണ്, 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് നമുക്ക് 9 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒരു സാധനം കൂടി ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് 2a + 3b എന്നുള്ള മെട്രിക്സ് നമ്മൾ എഴുതാൻ പോകാം. 2a + 3b. അപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, ആദ്യം 2 അപ്പോൾ മെട്രിക്സിന് മെട്രിക്സ് ആയിട്ട് അവിടെ റീപ്ലേസ് ചെയ്യുക. ഏതാ മെട്രിക്സ്, എ ആരാണ്, 1 2 -1 3. ഓക്കെ, പ്ലസ് അതാ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാം. 3 എന്നുള്ള മെട്രിക്സിന് അത് ബി അവിടെ റീപ്ലേസ് ചെയ്യുക. ബി എത്ര കിട്ടുക, 2 1 3 4. ഇതാണ് ബീനെ റീപ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ 2നെ ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തം ഒരു മെട്രിക്സ് ആക്കാം. അതേപോലെ 3നെ ഈ തന്നെ സെക്കൻഡ് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സ് അവിടെ എഴുതി വെക്കുക. ഇപ്പോൾ ആ മെട്രിക്സ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുക 2 × 1. ഓക്കെ, 2 ആണ്. 2 × 2 ഇത്ര നമുക്ക് 4 കിട്ടി. 2 × -1 -2 കിട്ടി. 2 × 3 നമുക്ക് 3 കിട്ടി, നമുക്ക് 6 കിട്ടി. ഇതാണ് നമുക്ക് ഫസ്റ്റ് മെട്രിക്സ്. ഓക്കെ, പ്ലസ് ഇനി നമുക്ക് രണ്ടാമത്തെ മെട്രിക്സ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 2 എത്രയാണ്, 86. 3 × 3 എത്രയാണ്, 3 × 1 എത്രയാണ്, 3 ആണ്. 3 × 3 എത്രയാണ്, 9 ആണ്. ആൻഡ് 3 × 4 എത്ര കിട്ടുക, യു വിൽ ഗെറ്റ് 12. ഓക്കെ,
ഇനി നമുക്ക് യൂഷ്വൽ പരിപാടികളാണ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡുമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി രണ്ട് മെട്രിക്സിന്. അപ്പോൾ എന്താ കിട്ടുക, ഞാൻ ഇവിടെ തന്നെ കളിക്കാൻ പോവാണേ. 2 + 6 എത്ര കിട്ടുക, 8 എന്ന് വരും. ഓക്കെ, 4 + 3 എത്ര കിട്ടുക, നമുക്ക് 7 എന്ന് കിട്ടും. -2 + 9 എത്ര കിട്ടുക, ഇറ്റ് ഈസ് 7 എന്ന് വരും. ആൻഡ് 6 + 12 എത്ര കിട്ടുക, നമുക്ക് 18 എന്ന് വരും. അതോടുകൂടി നമുക്ക് ആ മെട്രിക്സിൻ്റെ അഡീഷൻ വരും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അത് ബേസിക് നിങ്ങളോട് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, ഒരു ബേസിക് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു. അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ തെറ്റിക്കരുത്, നോർമലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. പ്രാക്ടീസ് വേണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയത് മാത്രം നിങ്ങൾ കണ്ടാൽ പോരാ, നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്ത് നിങ്ങളും കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എ ബി ചെയ്യാം. ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് ഒരു പ്രത്യേകതയാണ്. എ എന്നുള്ള മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും തന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ അഡീഷൻ്റെയും അതേപോലെ സബ്ട്രാക്ഷൻ്റെ റൂളല്ല മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത്. ഏത് രണ്ട് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി, ആദ്യം എ എഴുതിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട പരിപാടിയാണ് പറയുന്നത്. ആദ്യം എനെ എഴുതിയിട്ട് എൻ്റെ ഓർഡർ നേരെ എൻ്റെ താഴത്ത് എഴുതി വെക്കുക. സപ്പോസ് അത് m/n ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ബീൻ്റെ ഓർഡറും നോക്കിയിട്ട് അവിടെ എഴുതി വെച്ചാൽ അത് n/, വേറൊരു p ആണെന്ന് വിചാരിക്കുക. ഇത് ഞാൻ ആവണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല, ഞാൻ അതിൻ്റെ ആ ഒരു കണ്ടീഷൻ പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതി ഓർഡറാണ് നമുക്ക് എഴുതി കിട്ടിയെങ്കിൽ നിങ്ങളിവിടെ ചെക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഈ പറയുന്ന ആളാരാണ്, റോണോ കോളമാണ് അല്ലേ, ഇതാരാണ്, റോ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ആ രണ്ട് വാല്യൂസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് മെട്രിക്സ് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റും ഈ ലാസ്റ്റും വെച്ചിട്ട് നമുക്ക് ഓർഡർ ഉണ്ടാക്കാം. അതെന്താ കിട്ടുക, m/p എന്നുള്ള ഓർഡറിലൊക്കെ അത് കിട്ടും. ഒന്നുകൂടി പറയാം, ഞാൻ പറഞ്ഞു രണ്ട് മെട്രിക്സിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, എപ്പോഴും ആഡ് ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ ഒരു m/n-ഉം സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ ഒരു n/p ആണെന്ന് വിചാരിക്കും. ഈ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഈ പറഞ്ഞാരാണ്, കോളമാണ്, ഇതാരാണ്, റോ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് മെട്രിക്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് വരായിരിക്കും ഈ രണ്ടെണ്ണം നോക്കിയിട്ട് n/p എന്നുള്ള ഓർഡറിലേക്ക് നമുക്ക് കിട്ടും. ഈ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ എന്നുള്ള മെട്രിക്സ് അതേപോലെ ബി എന്നുള്ള മെട്രിക്സ് നോക്കാം. എ എന്ന് പറയുന്നത് 2/2 ആണ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ആണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ 2/2 മെട്രിക്സ് എന്ന സമയത്ത് എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ്. അപ്പോൾ ഞാൻ m/pക്ക് പകരം ഞാൻ അവിടെ 2/2 എന്ന് കൊടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ 2/2 എന്ന് റീപ്ലേസ് ചെയ്യുന്നു. എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ്. അതേപോലെ ബീൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എനിക്ക് എന്താണ്, 2/2 ആണ്. നിങ്ങൾ നോക്കേണ്ട, ഈ രണ്ട് വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും, എനിക്ക് 2/2 ആയിരിക്കും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, രണ്ട് മെട്രിക്സ് എപ്പോഴും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഒന്നാമതാണ്. ഇനി ചില ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങും. എൻ്റെ പരിപാടി അതാണല്ലോ, എ ബി രണ്ട് മെട്രിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം തുടങ്ങാൻ പോവാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എന് ആദ്യം എഴുതുന്നു, നമുക്ക് ബീനെ എഴുതാൻ പോവാണ്. എന്നിട്ട് എ എന്നുള്ള മെട്രിക്സിന് എഴുതി വെക്കാൻ പോകുന്നത് ഏതായിരുന്നു, 1 2 -1 3. സോ 1 2 -1 3 ഇതാണ് എ എന്നുള്ള മെട്രിക്സ്. എ എന്ന് എഴുതി വെച്ചു. അതേപോലെ നമുക്ക് ബി മെട്രിക്സ് എഴുതാൻ പോവാണ്. ബി മെട്രിക്സ് ആയിരുന്നു 2 1 3 4. ഓക്കെ, 2 1 3 4 2 1 3 4. ഓക്കെ, ഇതാണ് മെട്രിക്സ്. ഓക്കെ, ഇനി ഇങ്ങനെ ഏത് മെട്രിക്സ് ആഡ് ചെയ്യുകയാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആ രണ്ട് മെട്രിക്സിനെ അങ്ങനെ എഴുതി വെച്ചിട്ടേ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഐഡിയ കിട്ടും. ഇനി നോക്കാനും മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡിയ എത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക, എപ്പോഴും ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക, ഇതിൻ്റെ ഫസ്റ്റ് കോൾ എടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു റൂളൊന്നും പഠിക്കാത്ത ആൾക്കാർ ചെയ്യുന്ന പരിപാടി, ഇതിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക, അതേപോലെ ഇതിൻ്റെ ഫസ്റ്റ് കോളം എടുക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കോളം. ഈ ഫസ്റ്റ് റോയിൽ എത്ര ആൾക്കാരുണ്ട്, 2 പേരുണ്ട്. ഇവിടുത്തെ പേരുണ്ട്, 2 പേരുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അതേസമയത്ത് ഈ ഫസ്റ്റ് റോയിൽ ഇവിടെ മൂന്നാമത്തെ ഒരാളുണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ 2 പേരേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മൾട്ടിപ്ലൈ ചെയ്യാം. ചെക്ക് ചെയ്യാൻ രീതിയാണ് പറയുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കുക, റോ കോളം മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് എപ്പോഴും മെട്രിക്സിന് ചെയ്യുക. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് റോയിൽ എത്ര പേരുണ്ട്, 2 പേരുണ്ട്. ഫസ്റ്റ് കോളം എത്ര പേരുണ്ട്, 2 പേരുണ്ട്. ഇങ്ങനെ ഒരേ നമ്പർ ഓഫ് ആൾക്കാരാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് നമുക്ക് എഴുതി വെക്കും. ഓക്കെ, ഇനി ആ മൾട്ടിപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോഡക്റ്റ് മെട്രിക്സിൽ നേരത്തെ പറഞ്ഞു 2/2 2/2 ആണ് അല്ലേ. എൻ്റെ ഓർഡർ 2/2 ആണ്, ബീൻ്റെ ഓർഡർ 2/2 ആണെങ്കിൽ ആ തന്നിരിക്കുന്ന പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഓർഡറിൽ എത്ര ആൾക്കാരുണ്ട്, 2/2 മെട്രിക്സ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ
ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് റോ എടുത്ത്, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് റോ, ഇതിൻ്റെ ഫസ്റ്റ് കോളം. ഓക്കെ, ഇനി ചെയ്യൽ ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കുക. 1-നെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഫസ്റ്റിനെ ഫസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, 2-നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന സംഖ്യ ആഡ് ചെയ്ത് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന ഞാൻ എഴുതി വയ്ക്കാൻ പോവാണേ. അപ്പോൾ പല ആൾക്കാർക്കും ഇത് ചെയ്യുന്ന സമയത്ത് വലിയ ഫ്രഷ് പേജിൽ ചെയ്യണം, ചെറിയ സ്പേസ് കൊണ്ട് ചെയ്യരുത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സംഭവിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ 1 × 2 1 × 2 പ്ലസ് 2 × 3 ഇതാണ് പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ. ഇനി ഇതേ പ്രോസസ്സ് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എത്ര കോളംസ് ഉണ്ട്, ഇത് ഒരു കോളം ഞാൻ ചെയ്തു, ഇതേപോലെ സെക്കൻഡ് കോളം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഒരു ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓരോ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റ്സ് ഇതിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ വീണ്ടും എടുക്കാൻ പോവാണ്. കാരണം ഫസ്റ്റ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് മെട്രിക്സിന് എന്ത് കിട്ടും, നമുക്ക് ഫസ്റ്റ് റോ കിട്ടും. വീണ്ടും ഞാൻ ഫസ്റ്റ് റോ എടുക്കുന്നു. ഏതെടുക്കുന്ന കോളം ഏതെടുക്കാൻ പോകുന്നത്, ഈ പറയുന്ന കോളാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ആ ഫസ്റ്റ് റോ കോളം, അപ്പോൾ ഇതാണ് സാധനം ഫസ്റ്റ് റോ. നോക്കി നോക്കുക, ഇത് ഫസ്റ്റ് കോളം റെഡിയാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണേ. അപ്പോൾ 1 × 1 പ്ലസ് 2 × 4 കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പരിപാടി കണ്ടല്ലോ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വെച്ചിട്ട് എനിക്ക് ഈ എലമെൻറ്റ് കിട്ടി. ഓക്കെ, ഫസ്റ്റ് റോ ഇവിടുത്തെ സെക്കൻഡ് കോളം വെച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് എലമെൻറ്റ് കിട്ടി. ഇതിനൊന്ന് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇങ്ങനെ എത്ര കോളംസ് ഉണ്ടോ ആ കോളം കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കിവിടെ എഴുതി വെക്കാം. ഇനി ഇല്ല, കഴിഞ്ഞു പോയി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റോ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്ത റോനെ സെലക്ട് ചെയ്യുന്ന ഇതേ പണി നമ്മൾ തുടരാൻ പോവാണ്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഇവിടെ നമുക്കൊരു എലമെൻറ്റ് കിട്ടും. ഓക്കെ, അതേപോലെ സെക്കൻഡ് റോനെ നമുക്ക് തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഇവിടെ നമുക്ക് എലമെൻറ്റ് കിട്ടും. അതോടുകൂടി നമ്മൾ പരിപാടി എന്താണ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് ശരിക്കും ചെയ്ത് പഠിക്കാനുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞത്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യനൊന്നും പല ആൾക്കാർക്കും അത് റെഡി ആവില്ല. പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ അത് നടക്കില്ല. അതുകൊണ്ടാണ് ഇതിൽ 1-2 ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി പോകാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ. സോ -1 × 2 പ്ലസ് 3 × 3 റോ കോളം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. വീണ്ടും സെക്കൻഡ് റോ ഫസ്റ്റ് മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് റോ ഇതിൻ്റെ ഫസ്റ്റ് കോളം. വീണ്ടും ആ റോ മാറ്റുന്നില്ല, സെയിം റോ ആണ്. സോ -1 × 1 സോ -1 × 1 പ്ലസ് 3 × 4. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് പ്രോഡക്റ്റ് മെട്രിക്സ് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തപ്പോൾ ഇഷ്ടംപോലെ പേപ്പർ നമുക്കുണ്ട്. ഒരു പേപ്പറും എന്ത് ചെയ്യണ്ട, നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണ്ട. അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് എഴുതിക്കോളി. ഓരോന്നും വിശാലമായിട്ട് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. ഇനി നമുക്കത് ആഡ് ചെയ്യാന്നുള്ളതാണ്. ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൽ അഡീഷൻ നോക്കുക, 1 × 2 2ആണ്, 2 + 6 3ആണ് 8. അപ്പോൾ ഞാൻ എലിമെൻറ്റ് റീപ്ലേസ് ചെയ്യുന്നു, 8നെ റീപ്ലേസ് ചെയ്തു. വീണ്ടും അടുത്ത് നോക്കുക, 1 × 1 1, 2 × 4 8, 1ഉം 8ഉം നമുക്ക് ആൻസർ കിട്ടുക 9 എന്നാണ്. ഇനി അതേപോലെ മൂന്നാമത്തെ എലമെൻറ്റ് എടുക്കുക, -2 ആണ്. ഇവിടെ എന്ത് കിട്ടും, 9 കിട്ടും. -2 + 9 -2 + 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, 7 എന്ന് വരും. ലാസ്റ്റ് ഒരു എലമെൻറ്റ് കൂടിയുണ്ട്, ഇവിടെ ഒന്നുകൂടി നോക്കുക, -1 ആണിത്. ഇത് എത്ര കിട്ടുക, 12 കിട്ടും. 12 നിന്ന് 1 പോയാൽ എത്ര കിട്ടുക, നമുക്ക് 11 എന്ന് കിട്ടും. സോ ദാറ്റ്സ് യുവർ ആൻസർ ഈസ് 8 9 11 ആൻഡ് 7. മൾട്ടിപ്ലിക്കേഷൻ നന്നായി ശ്രദ്ധിക്കണേ, കാരണം ഇത് ചില്ലറ പരിപാടിയല്ല. അത് പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും പോസ് ചെയ്തിട്ട് വീണ്ടും ചെയ്ത് നോക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് മറിച്ചിട്ട് 1-2 ക്വസ്റ്റ്യന് വീണ്ടും ചെയ്യുക. ഓക്കെ.